الله وحده والصلاة والسلام على من لا نبي بعده. ووهبت نوبتها لعائشة سودة ما دامت زمانا عائشة، وعمل المنبر غير مختفي، وحج عتاب بأهل الموقف، ثم تبوك قد غزا في التاسعة، وهد مسجد الضرار رافعة. الحمد لله رب العالمين، واشهد أن لا إله إلا الله وحده لا شريك له، واشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന ഇബ്നു അബിൽ അജ്സ് റഹിമഹുല്ലാഹു തആലയുടെ ഉർജൂസത്തുൽ മിഇയ്യ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ കേട്ട 3 വരികളിൽ ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, وهبت نوبتها لعائشة سودة ما دامت زمانا عائشة. ووهبت نوبتها, അവരുടെ ഓഹരി അവർ നൽകി. ആരാണ്? لعائشة سودة. സൗദ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് വീതിച്ചു നൽകിയ ദിവസങ്ങളിൽ അവരുടെ ദിവസം ആയിഷക്ക് നൽകി റളിയല്ലാഹു അൻഹ. മാ ദാമത് സമാനൻ ആയിഷ, അവർ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിച്ച ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യ സൗദ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ, അവർക്ക് പ്രായം ഏറിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിൽ വരാറുണ്ടായിരുന്ന, അവരുമായി കൂടെ താമസിക്കാറുണ്ടായിരുന്ന ദിവസം ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകുകയുണ്ടായി. അങ്ങനെ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം ഏറിയതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നോട് അനിഷ്ടമൊന്നും തോന്നേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായി തന്നെ അവസാനം വരെ കഴിയേണ്ടതുണ്ട് എന്ന ആഗ്രഹത്തിന്റെ പേരിൽ അവർ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഭാര്യമാരിൽ എന്നല്ല, മറിച്ച് ആരാണ് നബിയെ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് ആയിഷ എന്നാണ് റളിയല്ലാഹു അൻഹ. ആ നബിയുടെ സ്നേഹവും ഇഷ്ടവും മനസ്സിലാക്കുകയും എന്നിട്ട് സൗദ റളിയല്ലാഹു അൻഹ അവരുടെ ദിവസം കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രീതിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ സന്തോഷകരമാകാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകുകയുണ്ടായി. നോക്കൂ, നമ്മുടെ ഉമ്മമാർ അവരെല്ലാം ഈ ലോകത്തും പരലോകത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളാണ്. ഈ ലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവി നൽകിയിരിക്കുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളോട് അവരുടെ സ്വദേഹങ്ങളെക്കാൾ അടുത്തു നിൽക്കുന്നവരാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാരാണ്. ഈ ശ്രേഷ്ഠമായ പദവിയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഉള്ളത്. സൗദ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വിഹിതം നൽകിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ അവർക്ക് 2 ദിവസം നൽകി.
ഒന്ന് അവരുടെ ദിവസവും മറ്റൊന്ന് സൗദ റളിയല്ലാഹു അൻഹ നൽകിയ ദിവസവുമാണ്. രണ്ടാമത് ഈ കവിതയിൽ ഇന്ന് നിങ്ങൾ കേട്ടത് وعمل المنبر غير مختفي وحج عتاب بأهل الموقف. وعمل المنبر رسول الله صلى الله عليه وسلم വേണ്ടി മിമ്പർ പണിയിക്കപ്പെട്ടു. غير مختفي, അത് ആർക്കും കാണാത്ത രൂപത്തിലല്ല, മറിച്ച് എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖുത്ബക്ക് മിമ്പറിന്മേൽ കയറി നിന്നിരുന്നില്ല, മറിച്ച് ഒരു ഈത്തപ്പന തടിയുടെ മേൽ ചാരി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ മദീനയിൽ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, എനിക്ക് കീഴിൽ ഒരു മരപ്പണിക്കാരനായ ഒരു ജോലിക്കാരനുണ്ട്, അവനെ കൊണ്ട് നബിയെ താങ്കൾക്ക് വേണ്ടി ഒരു മിമ്പർ ഞാൻ പണി കഴിപ്പിച്ച് നൽകട്ടെ. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മിമ്പർ മരം കൊണ്ട് പണിയിച്ചു കൊടുക്കുകയുണ്ടായി. 2 പടികളും ഒരു ഇരിക്കാനുള്ള സ്ഥലവുമായിരുന്നു ആ മിമ്പറിന് ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് മസ്ജിദുകളിൽ കാണുന്നത് പോലെ ഇമാം നിൽക്കുന്ന സ്ഥലത്തിന്റെ, ഇമാം നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ വലതുഭാഗത്തായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ചാരി നിന്നിരുന്ന ഈത്തപ്പന തടി അങ്ങോട്ട് നീക്കിയപ്പോൾ അത് കരയുകയുണ്ടായി. ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നവർ ആ ഈത്തപ്പന തടിയുടെ കരച്ചിൽ കേൾക്കുകയുണ്ടായി. ചെറിയ കുട്ടികൾ ഏങ്ങി ഏങ്ങി കരയുന്നത് പോലെ ബുഖാരി മറ്റും ആ സംഭവം ഉദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അരികിലേക്ക് ചെല്ലുകയും എന്നിട്ട് അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു, അതിനെ അണച്ചു പിടിക്കുകയും ചെയ്തു. അപ്പൊ അത് കുട്ടികൾ എങ്ങനെയാണോ ഏങ്ങി ഏങ്ങി കരച്ചിൽ നിർത്തുക, അതുപോലെ അത് കരച്ചിൽ നിർത്തുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനരികിൽ പറയാറുണ്ടായിരുന്ന ഖുർആനിലെ സുന്നത്തിലെ ഉപദേശങ്ങൾ കൊണ്ടായിരുന്നു അത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറഞ്ഞതുപോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആൻ നാം ഒരു പർവ്വതത്തിന്റെ മേലായിരുന്നു അവതരിപ്പിച്ചിരുന്നു എങ്കിൽ എന്തായി തീരുമായിരുന്നു അത് ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് അത് തകർന്ന് പൊട്ടി തരിപ്പണമായി പോയേനെ. ഇമാം അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നിർജീവമായ വസ്തുക്കൾ അത് അള്ളാഹുവിന്റെ വഹീനോട്, കിതാബിനോട്, സുന്നത്തിനോട്, ഉപദേശങ്ങളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മുഅ്മിനെ നിന്റെ ഹൃദയം അതാണ് ഏറ്റവും നന്നായി അതിനോട് പ്രതികരിക്കേണ്ടത്. ഖുർആൻ കേട്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കേട്ടാൽ അലിയാത്ത ഹൃദയം അത് കടുത്തുറച്ചുപോയ ഹൃദയമാണ്. മുഅ്മിനുകളുടെ ഹൃദയം അല്ലാഹുവിനെ കുറിച്ച് കേട്ടാൽ വിറകൊള്ളുന്ന ഹൃദയമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ എന്നാൽ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഭീതി നിറയും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്ഹും ഈമാനൻ, അവർക്ക് ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ട്, അവന്റെ ദീനിനെ കുറിച്ച് കേട്ടിട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു അലിവും തോന്നുന്നില്ല എങ്കിൽ, നിനക്ക് കണ്ണുനീർ വരുന്നില്ല എങ്കിൽ, പിന്നെ നീ നിന്റെ ഹൃദയത്തെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. കാരണം ഹൃദയം അത്രയും കടുത്തുപോയിരിക്കുന്നു. ഒരിക്കലും റബ്ബിനെ ഓർത്ത് കണ്ണുനീർ വരാത്ത ഹൃദയങ്ങളാണ്, ഒരു ചലനവുമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ഖൽബുകൾക്കെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പാപങ്ങൾ അതിനെ മലീമസമാക്കിയിട്ടുണ്ടാകാം, തിന്മകൾ അതിന്റെ നൈർമല്യത്തിന് കോട്ടം വരുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരും അദ്റാ ബിനഫ്സിഹി, അവനവനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ്. എന്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിൽ മിമ്പർ പണിയിച്ച സംഭവമാണ് അടുത്തത്. മറ്റൊന്ന് വഹജ്ജ അറ്റാബു ബിഅഹ്ലിൽ മൗഖിഫി. അറ്റാബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി മക്കയിൽ ഹജ്ജിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി.
അറ്റാബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി തിരിച്ചു വരുന്ന സമയത്ത് മക്കയുടെ അമീറായി നിയമിച്ചിട്ടായിരുന്നു തിരിച്ചു വന്നത്. അറ്റാബ് ബിൻ അസീദിന് ആ സമയത്ത് കേവലം 21 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ചരിത്രം. നോക്കൂ നിങ്ങൾ, ചെറിയ പ്രായമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തരവാദിത്തം, ഈ ഭാരിച്ച ജോലി ഏൽപ്പിക്കണമെങ്കിൽ ആ സഹാബിയുടെ നിലവാരവും പക്വതയും എല്ലാം എത്രമാത്രം മുന്തിയതായിരിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഔസ് ഗോത്രത്തിന്റെ തലവന്മാരിൽ ഒരാളാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളാണ്, നേതാവാണ്. മരണപ്പെടുമ്പോൾ 30 ചില്ലാനും പ്രായം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരുടെ മുന്നിൽ നാളെ പരലോകത്ത് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയ. 30 ചില്ലാനും പ്രായം മാത്രമേ മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. നോക്കൂ, അവർ ചെറിയ പ്രായത്തിൽ നേടിയെടുത്ത നന്മകൾ എന്തൊക്കെയാണ്. ഇന്ന് ആ പ്രായത്തിൽ 20കളിലും 30കളിലും ഒക്കെയുള്ള പലരെയും കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും ഇവൻ പാലുകൂടി ഇനി നിർത്തിയിട്ടില്ല എന്ന്. ആ രൂപത്തിലുള്ള പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും നിലവാരവുമായിരിക്കും പലർക്കും ഉണ്ടാവുക. ശരിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ട് പക്വമാർന്ന വാക്കുകൾ പറയുന്ന, പക്വമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാകേണ്ടിയിരിക്കും നമ്മുടെ ചെറുപ്പക്കാർ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, മറ്റൊന്ന്, ഈ അറ്റാബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏൽപ്പിച്ചത് പ്രകാരം ആ വർഷം ഹിജറ 8ാമത്തെ വർഷം ഹജ്ജ് ആളുകളെയും കൊണ്ട് നിർവഹിക്കുകയുണ്ടായി. അറ്റാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അവിടെ അമീറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അതേ സമയത്തായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 2 വർഷത്തിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അതേ കാലത്താണ് അറ്റാബ് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. പിന്നെ ഈ കവിതയിൽ പറഞ്ഞ സുപ്രധാനമായ സംഭവം, സുദീർഘമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന, വിവരിക്കേണ്ടുന്ന സംഭവം, അത് തബൂക്ക് യുദ്ധമാണ്. ثم تبوك قد غزا في التاسعة. പിന്നീട് 8ാമത്തെ വർഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സൈന്യവുമായി പുറപ്പെട്ടു. വഹദ്ദ മസ്ജിദ അദ്ദറാർ റാഫിഅ. തബൂക്ക് യുദ്ധത്തിനു ശേഷം വഹദ്ദ, തകർത്തു കളഞ്ഞു, മസ്ജിദ അദ്ദറാർ. മസ്ജിദ് അദ്ദറാർ എന്ന മുനാഫിഖുകൾ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാനും മറ്റും വേണ്ടി നിർമ്മിച്ച റാഫിഅ, അവരാൽ ഉയർത്തപ്പെട്ട ആ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കുകയുണ്ടായി. ഈ 2 സംഭവങ്ങളാണ് അവസാനത്തെ നിങ്ങൾ കേട്ട വരിയിൽ വിവരിച്ചിട്ടുള്ളത്. തബൂക്ക് യുദ്ധമാണ് നമുക്കിന് വിവരിക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി നേരിട്ട് പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. മുസ്ലിമീങ്ങൾ അതുപോലെ അത്രയും വലിയൊരു സൈന്യം മറ്റൊരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പുറപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ സൈന്യവുമായി വിദൂരമായ ഒരു ദേശത്ത് ചെന്ന യുദ്ധത്തിന്റെ യാത്രയായിരുന്നു ഈ തബൂക്ക് യുദ്ധം എന്ന് പറയുന്നത്. ഹിജറ 9ാമത്തെ വർഷമാണ് ഈ യുദ്ധം നടക്കുന്നത്. ഹിജറ 9ാമത്തെ വർഷം റജബ് മാസത്തിലായിരുന്നു. ഹിജറ 9ാമത്തെ വർഷം റജബ് മാസത്തിൽ അതീവ ഉഷ്ണമുണ്ടായിരുന്ന, ചൂടേറിയിരുന്ന, അതുപോലെ പഴങ്ങൾ പഴുക്കുന്ന കാലത്ത്, ആളുകൾ എവിടെയും പോകാൻ ഇഷ്ടപ്പെടാത്ത, മരത്തിന്റെ തണലിലും അവരുടെ പഴങ്ങൾക്കിടയിലുമൊക്കെ സ്വസ്ഥമായി കഴിയാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന പ്രയാസകരമായ സമയത്തായിരുന്നു ആ യുദ്ധം. അതുകൊണ്ട് തന്നെ അതിന് ഉസ്റത്ത്, പ്രയാസത്തിന്റെ യുദ്ധം എന്ന് പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഫിസാഅത്തിൽ ഉസ്റ എന്ന് ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ വിശേഷിപ്പിച്ചത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യവുമായി പുറപ്പെട്ടത് റോമക്കാരുടെ പ്രദേശത്താണ്. നസ്രാനികളായ റോമക്കാരായ ആളുകളുടെ, അവരുടെ കീഴിലുള്ള പ്രദേശത്തേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധവുമായി പുറപ്പെട്ടു. ഇന്നും മദീനയുടെ വടക്ക് ഭാഗത്ത് ഏതാണ്ട് 800ഓളം കിലോമീറ്റർ അകലെയാണ് തബൂക്ക് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും വലിയ ദൂരം താണ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറപ്പെട്ടത്. സാധാരണ യുദ്ധങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ സൈന്യവുമായി പുറപ്പെടുമ്പോൾ കൃത്യമായി ഇന്ന ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയാറുണ്ടായിരുന്നില്ല. കൃത്യമായി ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു. അത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഈ യുദ്ധത്തിൽ തബൂക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്കാണ് പോകുന്നത്, ലക്ഷ്യം എവിടെയാണ് എന്നതെല്ലാം അവരോട് കൃത്യമായി പറയുകയുണ്ടായി. പുറപ്പെട്ടു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും ആവശ്യപ്പെടുകയുണ്ടായി. മദീനക്കാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുറപ്പെടാൻ, മക്കക്കാരോടും പറഞ്ഞു, ചുറ്റുഭാഗങ്ങളിലും താമസിക്കുന്ന അറാബികളായ ഗ്രാമീണരായ അറബികളോടെല്ലാം എല്ലാവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ പറഞ്ഞു. ഇസ്തിൻഫാർ എന്നാണ് അതിന് പറയുക. മുസ്ലിം ഭരണാധികാരി പ്രജകളായ ആളുകളോട് മുഴുവൻ പേരോടും എല്ലാവരോടും പുറപ്പെടാൻ പറയുക. ഇസ്തിൻഫാർ എന്നാണ് അതിന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫൈദസ്തുംഫിർതും ഫംഫിറു, ഫൈദസ്തുംഫിർതും ഫംഫിറു. അങ്ങനെ മുസ്ലിമായ ഭരണാധികാരി അദ്ദേഹത്തിന് കീഴിലുള്ള ആളുകളോട് അതിന് പുറപ്പെടാൻ പറഞ്ഞാൽ ഫംഫിറു, നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുക. അത് മുസ്ലിം ഭരണാധികാരിക്ക് മാത്രമുള്ള കാര്യമാണ്. ഏതെങ്കിലും വ്യക്തികളോ സംഘങ്ങളോ മറ്റോ ഞങ്ങൾക്കതിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുക പാടില്ല. അത് ഇസ്ലാമിലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ അംഗീകരിച്ചിട്ടുള്ള, അവൻ നിയമമാക്കിയിട്ടുള്ള ശറഇലെ ജിഹാദിന്റെ പരിധിയിൽ ഉൾപ്പെടുകയില്ല. നോക്കൂ, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സൂറത്തു തൗബയിലെ ധാരാളക്കണക്കിന് ആയത്തുകൾ കാണാൻ കഴിയും. തബൂക്ക് യുദ്ധവും അതിലെ സംഭവ വികാസങ്ങളും മുനാഫിഖുകളുടെ സ്ഥിതിയും ഈ സൂറത്തു തൗബയിൽ വിശദമായി മനോഹരമായി നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ അടയാളങ്ങൾ അള്ളാഹു പലതും, അവരുടെ സ്വഭാവങ്ങൾ അനേകം അള്ളാഹു ആ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നു. വായിക്കുന്ന ഒരു മുഅ്മിൻ ശ്രദ്ധിക്കണം, ഇതിലേതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ, ഞാൻ ഈ സ്വഭാവമുള്ളവനാണോ, ഈ അവസ്ഥയിലാണോ ഞാനുള്ളത് എന്ന് ചിന്തിക്കുകയും തിരുത്തുകയും ആലോചിക്കുകയും ചെയ്യേണ്ടവരാണ് ഞാനും നിങ്ങളും. വഫഖനല്ലാഹു ഇയ്യാക്കും. നോക്കൂ, തബൂക്ക് യുദ്ധത്തിന്റെ സംഭവം അതിലേക്ക് കടക്കുന്ന സൂറത്തു തൗബയിലെ ആയത്തുകൾ എവിടെയാണ്? അള്ളാഹു പറഞ്ഞു സൂറത്തു തൗബയിലെ 28 മുതലുള്ള ആയത്തുകൾ, 38 മുതലുള്ള ആയത്തുകൾ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു. ഈ ആയത്തിലൂടെയാണ് ആ യുദ്ധത്തിന്റെ സംഭവ വികാസങ്ങളിലേക്ക് ആ സൂറത്തിൽ പരാമർശം കടന്നു വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, മാലക്കും إذا قيل لكم انفروا في سبيل الله ثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. ومؤمنين നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളോട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പിക്കപ്പെട്ടാൽ എന്തേ നിങ്ങൾ ഭൂമിയിൽ തന്നെ ചടഞ്ഞുകൂടുന്നു, നാട്ടിൽ തന്നെ ചടഞ്ഞുകൂടുന്നു? അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന് പകരം ദുനിയാവ് തൃപ്തിപ്പെട്ടുവോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ദുനിയാവ് പരലോകത്തെ തട്ടിച്ചു നോക്കിയാൽ നിസാരമായത് മാത്രമാണ്. ഇല്ലാ തൻഫിറു, നിങ്ങൾ പുറപ്പെട്ടില്ലെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമ, അല്ലാഹു വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് നൽകും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദുറുഹു ശൈആ, നിങ്ങൾക്ക് പകരം ഒരു കൂട്ടരെ അല്ലാഹു കൊണ്ടുവരും, നിങ്ങൾക്ക് അവനെ ഒരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ ആ റസൂലിനെ സഹായിക്കുന്നില്ല എങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, ആ റസൂലിനെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ഇദ് അഖ്റജഹു അല്ലദീന കഫറു, കാഫിറുകളായ വിശ്വാസികളായ നിഷേധികളായ ആളുകൾ റസൂലിനെ പുറത്താക്കിയ സന്ദർഭത്തിൽ ثاني اثنين, അവർ രണ്ടുപേർ മാത്രമായിരിക്കെ, രണ്ടിലൊരാളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ. ആരാണ് രണ്ടുപേർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ നബിയുടെ സഹാബ അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു. ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ആ ഗുഹയിലായിരുന്ന സന്ദർഭം, അഥവാ തൗർ ഗുഹയിലായിരുന്ന സന്ദർഭം. ഇദ് യഖൂലു ലിസാഹിബിഹി, തന്റെ സാഹിബിനോട് നബി പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, ലാ തഹ്സൻ, ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. الله آسميت وأن سكينة سمادانا نبي صلى الله عليه وسلم كميل رك
നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹു നബിയെ സഹായിച്ചു. അള്ളാഹു കുഫാറുകളുടെ വാക്കിനെ താഴ്ത്തിക്കളഞ്ഞു. വക്കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ വാക്ക് അതാണ് ഏറ്റവും ഉന്നതമായത്. അള്ളാഹു അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ്, അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്, അവൻ ഹക്കീമാണ്, അവൻ എല്ലാ യുക്തിയുമുള്ളവനാണ്. ശേഷം റബ്ബ് അതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകാൻ പറയുന്നു. ഇൻഫിറു ഖിഫാഫൻ വതിഖാലൻ വജാഹിദു ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ ആയത്തുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോട് പുറപ്പെടാൻ മാത്രമല്ല, യുദ്ധം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന കാര്യമാണ്, അതിന് ചെലവുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അതിനുവേണ്ടി ദാനം ചെയ്യാൻ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി സമ്പത്ത് ധാരാളമായി ദാനം ചെയ്യാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അതിന് നബിയുടെ കൽപ്പന വന്നപ്പോൾ മത്സരിച്ചുകൊണ്ട് അതിന് മുന്നേറുകയുണ്ടായി. പണക്കാരായിരുന്ന വലിയ സഹാബിമാർ അവരുടെ സമ്പത്തിൽ വലിയ ഭാഗം അതിനുവേണ്ടി കൊണ്ടുകൊടുത്തു. ഇല്ലാതിരുന്ന പാവങ്ങളായ സഹാബിമാർ എന്താണോ അവരുടെ കയ്യിലുള്ളത് അത് കൊണ്ടുകൊടുത്തു. ആദ്യം വന്നവരിൽ സഹാബത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള ഷെയ്ഖാൻ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തെക്കുറിച്ചുള്ള ഒരു ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ നതസദ്ദഖ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് സദഖ നൽകാൻ ഒരു ദിവസം കൽപ്പിച്ചു. ഫവാഫഖ ദാലിക മാലൻ ഇൻദി, ആ സമയത്ത് എന്റെ അടുത്ത് പണം ഉണ്ടായിരുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അൽ യൗമ അസ്ബിഖു അബൂബക്കർ, ഇന്ന് ഞാൻ അബൂബക്കറിനേക്കാൾ മുന്നിലെത്തും. ഇൻ സബഖ്തു യൗമൻ, എന്നെങ്കിലും മുന്നിലെത്തുമെങ്കിൽ ഇന്നേ എത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഫജിഅ്തു ബിനിസ്ഫി മാലി, എന്റെ സമ്പത്തിന്റെ പകുതിയും എടുത്ത് ഞാൻ നബിയുടെ അരികിൽ ചെന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, കുടുംബത്തിന് എന്ത് ബാക്കി വെച്ചിട്ടുണ്ട് ഉമർ? ഉമർ പറഞ്ഞു, മിസ്ല, ഈ തന്ന അത്രയും തന്നെ ഞാൻ കുടുംബത്തിൽ വെച്ചിട്ടുണ്ട്. വഅതാ അബൂബക്കർ ബികുല്ലി മാ ഇൻദഹു, അബൂബക്കർ സിദ്ദീഖ് ആകട്ടെ റളിയല്ലാഹു അൻഹു മുഴുവൻ സമ്പത്തുമായി വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂബക്കർ മാ അബ്ഖൈത ലി അഹ്ലിക്, എന്താണ് കുടുംബത്തിന് ബാക്കി വെച്ചത്? ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ബാക്കി വെച്ചത്. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദ, ഇനി ഒരിക്കലും നിങ്ങളോട് മത്സരിക്കാൻ ഞാനില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ആ സമയത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ദാനവുമായി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ജഹസ ജയ്ശൽ ഉസ്റതി ഫലഹുൽ ജന്ന, മൻ ജഹസ ജയ്ശൽ ഉസ്റതി ഫലഹുൽ ജന്ന, ഈ ജയ്ഷുൽ ഉസ്റ, ഈ തബൂക്കിലേക്കുള്ള പ്രയാസകരമായ ഈ സൈന്യത്തെ ഒരുക്കിയവരാരോ അവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 ദീനാറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. വസ്ത്രത്തിൽ അതെടുത്തു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ വെച്ചു കൊടുത്തു. فجعل النبي صلى الله عليه وسلم يقلبها بيده, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ അതിങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ട് അത് കയ്യിൽ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, മാ ضر ابن عفان ما عمل بعد اليوم, ما ضر عثمان ما عمل بعد اليوم, ഈ ദിവസം കഴിഞ്ഞ് ഇനി ചെയ്യുന്ന ഒരു അമലും ഉസ്മാൻ ഒരു ദോഷവും ഉണ്ടാക്കുകയില്ല റളിയല്ലാഹു അൻഹു. ഇനി ഈ ദിവസം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവർത്തനവും ഉസ്മാൻ ഒരു ദോഷവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ അമൽ ഇനിയുള്ള ജീവിതത്തിൽ വന്നുപോയേക്കാവുന്ന പിഴവുകൾക്ക് മുഴുവൻ പകരമാകുന്ന സാബിഖത്തുൽ അമലായി ഈ അമൽ മാറിയിരിക്കുന്നു. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരുടെ നന്മയും അവരുടെ മര്യാദകളും അവരോട് പാലിക്കേണ്ട മര്യാദകളും പഠിക്കേണ്ടവരാണ് നമ്മൾ. അവരെ സ്നേഹിക്കേണ്ടവരാണ്, അവർക്ക് വേണ്ടി പാപമോചനം തേടേണ്ടവരാണ്. അവരെ സ്നേഹിക്കുക എന്നത് ഇബാദത്താണ്. ഇമാം അഹ്മദ് അതുപോലുള്ള മുൻഗാമികളായ ഇമാമുമാർ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ, ഇമാം തഹാവി പറഞ്ഞിട്ടുള്ളതുപോലെ, ഹുബ്ബുഹും ദീനുൻ
അവരോടുള്ള സ്നേഹം ദീനാണ്. വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ, അവരോടുള്ള വെറുപ്പ് അത് കുഫറും നിഫാഖുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസാറുകളെ കുറിച്ച് പറയുകയുണ്ടായി, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഈമാനിന്റെ അടയാളമാണ് അൻസാറുകളോടുള്ള സ്നേഹം, നിഫാഖിന്റെ അടയാളമാണ്, കാപട്യത്തിന്റെ അടയാളമാണ് ബുഗ്ദുൽ അൻസാർ, അൻസാറുകളോടുള്ള വെറുപ്പ്. സഹാബിമാർ മുഹാജിറുകളെന്നും അൻസാറുകളെന്നും അവരെ തിരിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹാജിറുകളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവർ, മദീനയിലുള്ള മുഹാജിറുകളെ സ്വീകരിച്ച സഹാബിമാരാണ് അൻസാറുകൾ. മുഹാജിറുകൾക്കാണ് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. കാരണം അവർക്ക് ഹിജറയുമുണ്ട് നുസ്രയുമുണ്ട്, അവർക്ക് ഹിജറയുമുണ്ട് നുസ്രയുമുണ്ട്. ഖുർആൻ അല്ലാഹു അവരെ വിശേഷിപ്പിച്ചതുപോലെ അവരുടെ ഹിജറയെ കുറിച്ച് പറഞ്ഞു. അതേ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വയൻസുറൂന അല്ലാഹു വറസൂലഹു, അവർ അല്ലാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് രണ്ടും അവർക്കുണ്ട്. അൻസാറുകൾക്ക് അവർക്ക് കീഴെയാണ്, അവരുടെ താഴെയാണ്. ആ അൻസാറുകളോടുള്ള സ്നേഹം ഈമാനിന്റെ അടയാളമാണ്. അൻസാറുകളോടുള്ള വെറുപ്പ് കുഫറിന്റെ നിഫാഖിന്റെ അടയാളമാണ് എങ്കിൽ മുഹാജിറുകളുടെ സ്ഥിതി എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി ലാ തസുബ്ബു അസ്ഹാബി ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അൻഫഖ അഹദുകും മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ. അല്ലാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലാ തസുബ്ബു അസ്ഹാബി ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, റബ്ബ് തന്നെ സത്യം, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും സഹാബികൾ ഒരു മുദ്ദ് ചെലവഴിച്ചതിന്റെ അത്ര വരികയില്ല, അല്ല അതിന്റെ പകുതി ചെലവഴിച്ച അത്ര വരികയില്ല. ഉഹുദ് മലയെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന്റെ വടക്ക് ഭാഗത്ത്, മസ്ജിദ് നബിയുടെ ഖിബ്ലയുടെ നേരെ എതിർഭാഗത്ത് നിലകൊള്ളുന്ന ഒരു പർവ്വത ശൃംഖലയാണ് ഉഹുദ് എന്ന് പറയുന്നത്. ഒരൊറ്റ മലയല്ല, മലനിരകളാണ്. അതിന്റെ അത്ര സ്വർണം ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഒരു സഹാബി ഒരു മുദ്ദ്, ഒരൊറ്റ മനുഷ്യൻ രണ്ട് കൈ കൂട്ടിപ്പിടിച്ചാൽ ഏതാണ്ട് ഒരു മുദ്ദാകും. ആ മുദ്ദ് സ്വർണമല്ല, ആ സഹാബി ഗോതമ്പോ ബാർലിയോ കാരക്കയോ എന്തെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അതിനോളം ഈ സ്വർണം വരികയില്ല, അതിന്റെ പകുതി വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവരൊരു ഉമ്മത്താണ്, അല്ലാഹു തെരഞ്ഞെടുത്ത ഉമ്മത്ത്. നമ്മുടെ നബിയുടെ സഹാബത്തായി, നബിയുടെ ഉസറായി, സഹായികളായി അല്ലാഹു തെരഞ്ഞെടുത്ത ഉമ്മത്ത്. അല്ലാഹു അവരെ തെരഞ്ഞെടുത്തത്. അവരെ പോലെ ഒരു കൂട്ടർ അതിനു മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യൻ എത്ര ഇബാദത്ത് ചെയ്താലും എത്ര നന്മയിൽ ജീവിച്ചാലും ഒരു സഹാബിയുടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കണ്ട് മുഅ്മിനായിരിക്കെ ഒരു നോക്ക് കണ്ട് ആ ഈമാനിൽ മരിച്ച ഒരു മനുഷ്യന്റെ പദവിയിലെത്തുകയില്ല. ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ? മുഅ്മിനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടയാൾ. കാഫർ ആയിരിക്കെ നബിയെ കണ്ടു, എന്നിട്ട് നബിയുടെ വഫാത്തിന് ശേഷം മുസ്ലിമായി, അദ്ദേഹം സഹാബിയല്ല. അദ്ദേഹം സഹാബിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതകാലത്ത് കണ്ടു. ഒരാൾ ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് മദീനയിലെത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് കണ്ടു, വഫാത്തായി കിടക്കുന്നത് കണ്ടു. അദ്ദേഹം സഹാബിയല്ല. അങ്ങനെ നബി വഫാത്തായ അന്ന് മദീനയിൽ എത്തിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, കാദ അൻ യകൂന സഹാബിയൻ, ഒരു സഹാബി ആകാറായി, സഹാബി ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതകാലത്ത് മുഅ്മിനായിരിക്കെ കണ്ട് ആ ഈമാനിലായി മരണപ്പെട്ടവരാണ് സഹാബിമാർ. അവർ അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്, അവർ അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. ഇന്നല്ലാഹ നദറ ഫി ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി ഏറ്റവും ശ്രേഷ്ഠമായ ഹൃദയമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ കണ്ടു. നബി അല്ലാഹുവിന്റെ റസൂലായി തെരഞ്ഞെടുത്തു. ثم نظر في قلوب العباد فوجد قلوب اصحاب محمد صلى الله عليه وسلم خير قلوب العباد. ഏറ്റവും നല്ല ഹൃദയങ്ങൾ ഉള്ളവരായി ആരെയാണ് കണ്ടത്? നബിയുടെ സഹാബിമാർ. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരായി, കൂട്ടുകാരായി അല്ലാഹു തെരഞ്ഞെടുത്തു. അവരെ കുറിച്ച് അവരുടെ കാര്യം എന്താണ്? فإنهم أبر هذه الأمة قلوبا إنهم كانوا أبر هذه الأمة قلوبا وأعمقها علما وأقلها تكلفا. ഈ ഉമ്മത്തിൽ ഏറ്റവും ശുദ്ധമായ പുണ്യം നിറഞ്ഞ ഹൃദയങ്ങളുള്ളവർ, ഏറ്റവും ആഴമേറിയ വിജ്ഞാനമുള്ളവർ, തീരെ നാട്യമില്ലാത്തവർ, അവരാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരെ സ്നേഹിക്കുക, അവരെ കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും
മനസ്സിലുണ്ടാകാൻ പാടില്ല. ഒരു ചിന്ത പോലും. നീ നശിച്ചു പോകാൻ ആ ചിന്ത മതിയാകും. അവരെക്കുറിച്ചുള്ള കളവുകളും അവരെക്കുറിച്ചുള്ള ദുരാരോപണങ്ങളും നിറച്ച ചരിത്രത്തിന്റെ പല വാറോലകളും പല ഗ്രന്ഥങ്ങളും പല ഭാഷകളിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളമായുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച മലയാളികൾക്കിടയിൽ മലയാളി മുസ്ലിമീങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച IPH പ്രസിദ്ധീകരിച്ച ഒരുപാട് പുസ്തകങ്ങളിൽ വേറെ പലരും പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ സഹാബിമാരെ കുറിച്ച് കള്ളക്കഥകൾ പലതും കുത്തി നിറക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഈമാനാണ് ഈ നശിച്ചു പോവുക. അവരെ കുറിച്ചൊരു കഥ കേട്ടാൽ നീ മനസ്സിലാക്കുക അതിൽ പലതും സനദില്ലാത്ത കെട്ടുകഥകളാണ്. അതാണ് അധികവും കള്ളക്കഥകളാണ്. ഇനി സനദ് സ്ഥിരപ്പെട്ട് വന്ന് കണ്ടാൽ തന്നെ അടുത്ത സാധ്യത എന്താണ്? അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടതായിരിക്കും. അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയാൽ അത് അവരുടെ ഒരു പാളിച്ചയായിരിക്കില്ല, മറിച്ച് നന്മയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി ഇതൊന്നുമില്ല, എന്തെങ്കിലും രൂപത്തിൽ അങ്ങനെ വല്ല പാളിച്ചയും അവർക്ക് കണ്ടാൽ നമ്മൾ അഹ്ലുസുന്നത്ത് സഹാബിമാരെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? അവർ ശ്രേഷ്ഠരാണ് എന്നാണ്. അതല്ലാതെ അവർക്ക് ഇസ്മത്തുണ്ട് എന്നല്ല. അവർ ഒരു അബദ്ധവും ഒരിക്കലും സംഭവിക്കാത്ത നബിമാരെ പോലെയുള്ള ആളുകളാണ് എന്നല്ല. അവർ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ അവർക്ക് അതിൽ വല്ല ഒഴിവുകഴിവും ഉണ്ടായിരിക്കും. ഒന്നുകിൽ അവർ ഇജ്തിഹാദ് നടത്തി അത് ശരിയാണെന്ന് മനസ്സിലാക്കി ചെയ്തതായിരിക്കാം. അങ്ങനെ മനസ്സിലാക്കി ചെയ്തവർക്ക് പണ്ഡിതന്മാർക്ക് രണ്ട് പ്രതിഫലമാണുള്ളത്. ആ ചെയ്തത് ശരിയാണെങ്കിൽ. തെറ്റാണെങ്കിൽ ഒരു പ്രതിഫലമാണുള്ളത്. ഇത് നോക്കൂ സഹോദരങ്ങളെ, ഇനി ഇതൊന്നുമില്ല, എന്തെങ്കിലും ഒരു പാളിച്ച അവർക്ക് സംഭവിച്ചതായി സ്ഥിരപ്പെട്ടാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുക എന്ത്? ഒന്ന്, അവരതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാകാം. രണ്ട്, അവരുടെ മുൻകഴിഞ്ഞ സാബിഖത്തുൽ അമൽ വലിയ നന്മകൾ കൊണ്ട് ഇത് പൊറുക്കപ്പെട്ടേക്കും. കാരണം അവരുടെ നന്മകളുടെ ബഹറിൽ ഈ തെറ്റൊന്നുമല്ല. വെള്ളം 2 കൊല്ലത്തുണ്ടായാൽ അതിൽ മാലിന്യം കളരില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ അളവിൽ വെള്ളമുണ്ടായാൽ ആ നന്മകളിൽ അവരുടെ ഈ കാര്യങ്ങൾ, ഈ അപാകതകൾ യാതൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ നേരിട്ട പരീക്ഷണങ്ങളും അവർ പങ്കെടുത്ത യുദ്ധങ്ങളുമൊക്കെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തേക്കും. ജീവിതത്തിൽ അവർക്കുണ്ടായ പരീക്ഷണങ്ങൾ കാരണത്താൽ അത് പൊറുക്കപ്പെടും. ഏറ്റവും ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്, നബിയുടെ ശുപാർശ എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന്, പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശുപാർശ ആദ്യം ലഭിക്കുക നബിയുടെ കൂട്ടുകാർക്കാണ്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഉമിറു അൻ യസ്തഗ്ഫിറു ലഹും ഫസബ്ബൂഹും. അവരോട് അല്ലാഹു കൽപ്പിച്ചത് അവർക്ക് വേണ്ടി പാപമോചനം തേടാനാണ്. അവരാകട്ടെ അവരെ ചീത്ത വിളിക്കുന്നു. പിൽക്കാലത്ത് സഹാബത്തിനെ മോശമായി പറയുന്ന ആളുകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, ഉസ്മാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദറ ഉസ്മാൻ മാ അമില ബഅദ ഹാദൽ യൗം. ഇതായി ഇന്നേ ദിവസത്തിന് ശേഷം ഈ ചെയ്തതൊന്നും ഉമറിന് ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഹ്ലു ബദറിനെ കുറിച്ച്, ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ കുറിച്ച് എന്താണ് നബി പറഞ്ഞത്? ലഅല്ലല്ലാഹ ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദറിൻ ثم قال لهم اعملوا ما شئتم قد غفرت لكم. അല്ലാഹു ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ നോക്കി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾ പുറത്തു വന്നിരിക്കും എന്ന് പറഞ്ഞാൽ അവർ പാപികളോ ദോഷികളോ അവർ തിന്മയുടെ വക്താക്കളോ ആണ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അത്രയും വലിയ സൽക്കർമ്മമാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ജീവിതത്തിൽ വന്നുപോയേക്കാവുന്ന എന്തെങ്കിലും കുറവുകൾ പരിഹരിക്കപ്പെടാൻ മാത്രമുള്ള നന്മകളാണ്. അത്രയും വലിയ നന്മയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് കാണാം. ഇങ്ങനെ സഹാബിമാർ പലരും വലുതും ചെറുതുമായതൊക്കെ കൊണ്ടുകൊടുത്തു. ചില സഹാബിമാർ വലിയ സമ്പത്ത് കൊണ്ടുവന്നു കൊടുത്തു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ. ചില സഹാബിമാർ വളരെ ചെറുത് അവരുടെ കയ്യിലുള്ള ഏതാനും തുണ്ട് മാത്രം കൊണ്ടുവന്ന് കൊടുത്തു. മുനാഫിഖുകൾ അതിനെ പരിഹസിക്കുണ്ടായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ സമ്പത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്രേ, മാ ഫഅല ഹാദാ ഇല്ലാ റിയാഅൻ. ഇദ്ദേഹം ആളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഒരു സഹാബി വളരെ ചെറുത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മുനാഫിഖുകൾ പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയുൻ അൻ സദഖത്തി ഹാദാ. ഇയാളുടെ ഈ സദഖക്ക് അല്ലാഹുവിന് എന്താ ആവശ്യമുള്ളത്? നോക്കൂ, നിങ്ങൾ വലുത് കൊണ്ടുപോയി കൊടുത്താലും കുറ്റം, ചെറുത് കൊടുത്താലും കുറ്റം. കേടെവിടെയാണ്? കേടവരുടെ കൽബിലാണ്, പ്രശ്നം അവരുടെ ഹൃദയത്തിനാണ്. അതുകൊണ്ടാണ്
എന്ത് നന്മ ചെയ്താലും അംഗീകരിക്കാൻ തയ്യാറല്ല. വലുത് കൊണ്ടുപോയി കൊടുത്താൽ പറയും അത് ആളെ കാണിക്കാനാണ്. ഒരു സഹാബി തന്റെ കയ്യിലുള്ള ധാന്യം ഒരു സ്വാഹ കൊണ്ടുപോയി കൊടുത്താൽ പറയും അള്ളാഹ് ഇത് എന്താവശ്യം. അതേക്കുറിച്ചാണ് സൂറത്ത് തൗബയിൽ നേരത്തെ പറഞ്ഞ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത്. മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖറ അല്ലാഹു മിൻഹും. അല്ലദീന യൽമിസൂൻ, അവരിങ്ങനെ കുത്തി പറയുന്നു, അൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്, ധാരാളം സദഖ നൽകുന്ന നന്മ ചെയ്യുന്ന മുഅ്മിനുകളെ, വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, പ്രയാസപ്പെട്ട് എന്തെങ്കിലും ചെറുത് കൊണ്ടുവരാൻ മാത്രം സാധിക്കുന്ന സഹാബികളെയോ, ഫയസ്ഖറൂന മിൻഹും, അവരെ ഈ മുനാഫിഖുകൾ പരിഹസിക്കുന്നു. സഖറ അല്ലാഹു മിൻഹും, അല്ലാഹു അവരെ പരിഹസിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരിഹസിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ദരാവുക, റബ്ബിന്റെ മുന്നിൽ ഒരു വിലയുമില്ലാത്തവരാവുക. എന്നിട്ട് ദുനിയാവിൽ അവൻ എത്ര കേമനായി നടന്നിട്ടും ആൾക്കാരെയൊക്കെ കൊച്ചാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹാബിമാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യമാദ്യം ഉണ്ടായിരുന്ന സഹാബിമാർ വരെ പറഞ്ഞത് കാണാം, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. എന്ത്? ഞാൻ എന്റെ മനസ്സിലൊരു അളീമായിരിക്കുക, വൻ അകൂന ഇൻദല്ലാഹി ഹഖീറ, അള്ളാഹുവിന്റെ ഞാൻ ഒരു വിലയുമില്ലാത്തവനായി പോവുക. എന്റെ മനസ്സിൽ ഞാൻ എന്നെ അളീമായി വലിയ മഹാനായിട്ടാണ് കാണുന്നത്, അള്ളാഹുവിന്റെ ഞാൻ ഹഖീറാണ്, ഒരു വിലയുമില്ലാത്തവൻ. അങ്ങനെ ആയി പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. സഹാബിമാരുടെ വാക്കാണിത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മുനാഫിഖുകളുടെ രൂപത്തിൽ നമ്മൾ ആയിപ്പോകാതിരിക്കുക. നോക്കൂ, ഇങ്ങനെ സഹാബിമാർ അവർക്ക് സാധിക്കുന്ന രൂപത്തിലെല്ലാം കൊണ്ടുവന്നു കൊടുത്തു. ചില സഹാബിമാർ യുദ്ധത്തിന് പോകാൻ, ഈ തബൂക്കിന് പോകാൻ അവരുടെ കയ്യിൽ വാഹനമൃഗമില്ല. എന്നാൽ പോകാനാകട്ടെ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. ചില മുനാഫിഖുകളാകട്ടെ എല്ലാ കഴിവും അവർക്കുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നിഫാഖ് കാരണം മാറി നിന്നു. മാറി നിന്നവരിൽ വളരെ വിരലെണ്ണാവുന്ന ചില നല്ലവരായ മുഅ്മിനുകളായ സഹാബിമാരായ ചിലരുണ്ടായിരുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വിരലെണ്ണാവുന്ന ചിലർ. അവർ ഒരിക്കലും നിഫാഖ് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസമില്ലാത്തതുകൊണ്ട് മുനാഫിഖുകളെ പോലെ പോകാത്തതല്ല. മറിച്ച് അവർക്ക് ആ സമയത്ത് ഒരു മടി പിടികൂടി. മുഅ്മിനുകൾക്ക് സംഭവിച്ചേക്കാവുന്ന ചില സമയത്തുണ്ടാകുന്ന പ്രശ്നം അതവരെ പിടികൂടി. വിരലെണ്ണാവുന്ന ചില സഹാബിമാർ, കഅബ് ബിൻ മാലിക്കിനെ പോലെയുള്ള ചില ഏതാനും ചില സഹാബിമാർ മാറി നിന്നിരുന്നു. ചിലരാകട്ടെ കയ്യിലൊന്നുമില്ലാഞ്ഞിട്ടും അവർ വരാൻ തുനിഞ്ഞു. വാഹനമൃഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ വാഹനമില്ല നബിയെ, വാഹനം തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകാൻ വാഹനം എന്റെ കയ്യിലില്ല. അവർ പോകാൻ, നബിയുടെ കൂടെ പങ്കെടുക്കാൻ സാധിക്കാത്ത പ്രയാസത്താൽ, ദുഃഖത്താൽ കണ്ണുനീരൊഴിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു അതേക്കുറിച്ച് പറഞ്ഞു, ലൈസ അലൽ ദുഅഫാഇ വല അലൽ മർദ വല അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി മാ അലൽ മുഹ്സിനീന മിൻ സബീൽ വല്ലാഹു ഗഫൂറുർ റഹീം. ലൈസ അലൽ ദുഅഫാഇ, ദുർബലരായ ആളുകൾക്ക് കുറ്റമില്ല. വല അലൽ മർദ, രോഗികൾക്കും കുറ്റമില്ല. വല അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ, തങ്ങൾക്ക് ചെലവഴിക്കാനുള്ള സമ്പത്തില്ലാത്ത, പോകാൻ വാഹനമൃഗമൊന്നുമില്ലാത്ത ആളുകൾക്കില്ല ഹറജുൻ, അവർക്ക് കുറ്റമില്ല. ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അവർ കൂറ് പുലർത്തിയാൽ, മാ അലൽ മുഹ്സിനീന മിൻ സബീൽ, ആ നന്മ ചെയ്യുന്നവർക്ക്, നന്മയുടെ ആളുകൾക്കെതിരിൽ ഒരു ന്യായവുമില്ല. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവൻ. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. പോകാൻ സാധിക്കാത്ത ആളുകളെ കുറിച്ച് അവർക്ക് കുറ്റമില്ല എന്ന് അല്ലാഹു പറഞ്ഞു. പക്ഷേ ഒരു നിബന്ധന പറഞ്ഞത് കണ്ടില്ലെങ്കിൽ, ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി, അവർ ഇഖ്ലാസുള്ളവരായിരിക്കണം, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും കൂറ് പുലർത്തുന്നവരായിരിക്കണം. ഒരു നന്മ ചെയ്തുകൊണ്ടിരുന്നു, എന്നിട്ടത് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ ചെയ്ത പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ മരിദൽ അബ്ദു ഔ ശാഫർ കുതിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമൻ. ഒരടിമക്ക് രോഗം വരികയോ യാത്രയിലാവുകയോ ചെയ്താൽ അവൻ യാത്രയിലല്ലാതിരിക്കെ, രോഗിയല്ലാതിരിക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. പക്ഷെ അല്ലാഹുവിടെ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇതാണ് നസഹു ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും കൂറ് പുലർത്തിയാൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പോകുമായിരുന്നു,
സാധിക്കുമെങ്കിൽ ചെയ്യുമായിരുന്നു. ആ ആഗ്രഹം അവന് ഉണ്ടാകണം. ഒഴിവുകഴിവ് വന്നാൽ ഏതായാലും ഒഴിവഴിവ് വന്നല്ലോ, ഏതായാലും പോകാൻ പറ്റൂലല്ലോ, അതിൽ സന്തോഷിച്ചിരിക്കുകയല്ല, മറിച്ച് എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തേനെ. ആ ആഗ്രഹം വെക്കുന്നവരായിരിക്കണം. നന്മകൾ സാധിക്കാതെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് നന്മ ആഗ്രഹിക്കാൻ സാധിക്കും, നന്മ ആഗ്രഹിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജനങ്ങൾ 4 കൂട്ടരാണ്. 4 കൂട്ടരെ ആളുകളുടെ ജനങ്ങളുടെ കൂട്ടത്തിലുള്ളൂ. 1 അറിവും സമ്പത്തുമുള്ളവൻ, 2 അറിവുണ്ട് സമ്പത്തില്ലാത്തവൻ, 3 സമ്പത്തുണ്ട് അറിവില്ലാത്തവൻ, 4 ഇത് രണ്ടുമില്ലാത്തവൻ. അറിവും സമ്പത്തുമുള്ളവൻ അവൻ നന്മകൾ മനസ്സിലാക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അവൻ ആ സമ്പത്ത് കൊണ്ട് നന്മകൾ പ്രവർത്തിക്കുന്നു. രണ്ടാമതൊരുവൻ അവന് അറിവുണ്ട് പക്ഷെ സമ്പത്തില്ല, അവൻ എന്ത് ചെയ്യുന്നു? ഈ സമ്പത്തുള്ളവനെ പോലെ നന്മകൾ എനിക്കും ചെയ്യാമായിരുന്നു, അതുണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ഫിൽ അജ്രി സവാ, പ്രതിഫലത്തിൽ അവർ 2 കൂട്ടരും ഒരുപോലെ. മൂന്നാമത്തെ കൂട്ടരാനാണ്? അവർക്ക് അറിവില്ല, സമ്പത്തുണ്ട്, എന്തു ചെയ്യുന്നു? ഈ സമ്പത്ത് കൊണ്ട് വിവരമില്ലാതെ അള്ളാഹുവിനെ പേടിയില്ലാതെ കണ്ട തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നു, വൃത്തികേടുകളൊക്കെ പ്രവർത്തിക്കുന്നു. 4ാമത്തെ കൂട്ടരാനാണ്? 4ാമത്തെ കൂട്ടർ അവന് അറിവുമില്ല സമ്പത്തുമില്ല. അവൻ പറയുന്നത്, എനിക്ക് ഇവനെ പോലെ സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും അവൻ ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ഫിൽ വിസ്രി സവാ, അവർ തിന്മയിൽ ഒരുപോലെ, 2 കൂട്ടർ. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ നമുക്ക് എന്ത് സാധിക്കും? നന്മ ആഗ്രഹിക്കാൻ സാധിക്കും. അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇതാ നസഹു ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും കൂറ് പുലർത്തിയാൽ അവർക്ക് കുറ്റമില്ല. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ശ്രദ്ധിക്കുക. സൂറത്തു അത്തൗബയിലെ ഈ ആയത്ത് 92ാമത്തെ ആയത്താണ്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി തവല്ലൗ വഅഅ്യുനുഹും തഫീദു മിനദ് ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. നിന്റെ അരികിൽ വന്ന കൂട്ടർക്കും കുറ്റമില്ല. ആരാണവർ? അവർ വന്നു ലിതഹ്മിലഹും, നീ അവർക്ക് വാഹനമൃഗം നൽകാൻ, തബൂക്കിലേക്ക് പോകാൻ. ഖുൽത, അപ്പോൾ നീ അവരോട് പറഞ്ഞു, നബിയെ താങ്കൾ അവരോട് പറഞ്ഞു, ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, നിങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനമൃഗം എന്റെ കയ്യിലില്ലല്ലോ. തവല്ലൗ, അപ്പോൾ അവർ തിരിഞ്ഞു പോവുകയാണ്. വഅഅ്യുനുഹും തഫീദു മിനദ് ദംഇ, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ, പോകാൻ ചെലവഴിക്കാൻ കയ്യിലൊന്നുമില്ലല്ലോ എന്നോർത്ത് ദുഃഖത്താൽ അവർ കരയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. മുനാഫിഖുകളിൽ ചിലരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിന് വിളിച്ചപ്പോൾ അവരിൽ ചിലർ പറഞ്ഞത്രേ, റോമക്കാരുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വലിയ ഭംഗിയുള്ള സ്ത്രീകളാണ്, അവരെ കണ്ടാൽ ഞാൻ വഴിതെറ്റിപ്പോവും, ഞാൻ ഫിത്നയിലായി പോകും എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കുറിച്ച് പറഞ്ഞു, വമിൻഹും മൻ യഖൂലു ഉദല്ലി വലാ തഫ്തിന്നി, അവരിൽ ചിലരുണ്ട് അവർ പറയുന്നു, നീ എനിക്ക് യുദ്ധത്തിൽ വരാതിരിക്കാൻ അനുവാദം നൽകുക, വലാ തഫ്തിന്നി, നീ എന്നെ ഫിത്നയിലാക്കി കളയല്ലേ, സ്ത്രീകളുടെ ഫിത്നയിലൊന്നും എന്നെ പെടുത്തി കളയല്ലേ. അലാ ഫിൽ ഫിത്നതി സഖതു വഇന്ന ജഹന്നമ ലമുഹീതത്തുൻ ബിൽ കാഫിരീൻ. അലാ ഫിൽ ഫിത്നതി സഖതു, ഫിത്നയിലാണ് അവർ പതിച്ചിട്ടുള്ളത്. നിഫാഖിന്റെ ഫിത്നയിൽ ആണ് ഏറ്റവും കടുത്ത ഫിത്ന. ശുഭത്തുകളുടെ ഫിത്നയാണ് ശഹവത്തുകളുടെ ഫിത്നയേക്കാൾ വലുത്. ഈ ലോകത്ത് നമ്മെ നശിപ്പിക്കുന്ന 2 ഫിത്നകളാണുള്ളത്. ഒന്ന് ഫിത്നത്തു ശുബ്ഹാത്ത്, മറ്റൊന്ന് ഫിത്നത്തു ഷഹവാത്ത്. അതിൽ ഗൗരവമേറിയത് ശുബ്ഹത്തിന്റെ ഫിത്നകളാണ്. എന്നാൽ ശുബ്ഹത്തിന്റെ ഫിത്ന എന്നാൽ ദീനിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളുടെ ഫിത്നകൾ, ബിദ്അത്തിന്റെ ഫിത്ന, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന രൂപത്തിൽ കളവുകൾ, കള്ള റിവായത്തുകൾ, അല്ലെങ്കിൽ സഹീഹായ റിവായത്തുകൾ അതിന്റെ അങ്ങുമിങ്ങും മുറിച്ചുമാറ്റി തെറ്റായ രൂപത്തിൽ ഒരാൾ പറഞ്ഞൊരുത്തരുടെ മനസ്സിൽ കുടുങ്ങി. ഒരു ബിദ്അത്ത്, നിരീശ്വരവാദ ചിന്താഗതി, ഹദീസ് നിഷേധ ചിന്താഗതി, ബിദ്അത്തിന്റെ ഏതെങ്കിലും ചിന്താഗതി അവന്റെ ഖൽബിൽ കുടുങ്ങി. ഇതിനെന്തു പറയും? ശുബ്ഹത്തിന്റെ ഫിത്ന, ദീനിലുള്ള ആശയക്കുഴപ്പത്തിന്റെ ഫിത്ന. അതിനുള്ള പരിഹാരം ഇൽമാണ്, അറിവാണ്. അറിവാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. പഠിക്കുക എന്നതാണ്. യഖീനാണ്, ഉറച്ച വിശ്വാസമാണ്. അറിവിലൂടെ ലഭിക്കുന്ന ഉറച്ച വിശ്വാസമാണ് അതിനുള്ള പരിഹാരം. രണ്ടാമത്തെ ഫിത്ന എന്ന് പറയുന്നത് ഷഹ്വാത്തിന്റെ ഫിത്നയാണ്.
നമ്മൾ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടാവും. സത്യമറിയാം. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ലൈംഗികമായ ആഗ്രഹങ്ങൾ, അതുപോലെ സമ്പത്തിനോടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത് നമ്മെ ആ രൂപത്തിലുള്ള ഹറാമിലേക്ക് കൊണ്ടുപോവുക. പലിശയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, സ്വവർഗരതിയിലേക്ക്, കൊലപാതകത്തിലേക്ക്, വഞ്ചനയിലേക്ക്, ചതിയിലേക്ക് കൊണ്ടുപോവുക. ഇത് ഷഹ്വാത്തിന്റെ ഫിത്നകൾ. ഇത് രണ്ടും നമ്മുടെ ദീൻ നശിപ്പിക്കും. ഈ ഷഹ്വാത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അറിവ് മാത്രമല്ല, മറിച്ച് അതുകൊണ്ടുള്ള അമലാണ്, സബ്റാണ്, ക്ഷമയാണ്. നോക്കൂ, അല്ലാഹു പറഞ്ഞത് വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരിൽ നിന്ന് നാം അഇമ്മത്തിനെ, നേതാക്കന്മാരെ ഉണ്ടാക്കി. അവർ നമ്മുടെ ദീൻ അനുസരിച്ച് നയിക്കുന്ന നേതാക്കന്മാർ. ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, ക്ഷമിക്കുകയും നമ്മുടെ ആയത്തുകളിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തപ്പോൾ. ഈ സബർ എന്നത് ഷഹവാത്തിനുള്ള പരിഹാരമാണ്. നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന ഫിത്നകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ സബർ വേണം. അതുപോലെ യഖീൻ അവർക്കുണ്ട്. യഖീൻ അത് എന്തിനെ തടുക്കും? ശുഭാത്തുകളെ, ആശയക്കുഴപ്പങ്ങളെ തടുക്കും. തെറ്റായ വഴിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ഇത് നമ്മെ സഹായിക്കും. ഇത് രണ്ടും ഉണ്ടാകണം. എങ്കിലാണ് ഷെയ്ഖ് ഉസ്താദ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമതു ഫിദ്ദീൻ. സബറും യഖീനും കൊണ്ടാണ് ദീനിൽ ഇമാമത്ത് ലഭിക്കുക. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടും നമുക്ക് വേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ രണ്ടും നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടും നമ്മെ, ഈ രണ്ട് ഫിത്നകളും അഥവാ യഖീനും സബറും നമുക്ക് വേണം. ഇതിനെതിരായ രണ്ട് ഫിത്നകൾ, ഷഹവാത്തിന്റെ ശുബ്ഹാത്തിന്റെ ഫിത്നയും പരസ്പര ബന്ധമുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അശ്ശഹ്വതു സാബൂൻ ശുബ്ഹ, ഷഹ്വതു സാബൂൻ ശുബ്ഹ, തിന്മകളോടുള്ള ആഗ്രഹം മനുഷ്യനെ തെറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. നോക്കൂ നിങ്ങൾ, പല നിരീശ്വരവാദികൾ, മതനിഷേധികൾ, അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? തിന്മകളോടുള്ള ആഗ്രഹമാണ്, വൃത്തികേടുകളോടുള്ള മോഹമാണ്. അതിൽ മുങ്ങിക്കുളിച്ച് ഒടുവിൽ പിന്നെ അവൻ അതിനു പറ്റിയ ഒരു ആശയം കാണുകയാണ്. വിചാരണയില്ല, ചോദ്യമില്ല, നിരീക്ഷകനായ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബില്ല. ഈ രൂപത്തിൽ അവൻ യോജിച്ച ആശയത്തിലേക്ക് പിന്നീട് അവൻ പോവുകയാണ്. അതുകൊണ്ട് തിന്മകളെ സൂക്ഷിക്കുക. അത് മതപരമായ ആശയക്കുഴപ്പത്തിലേക്ക് നമ്മെ നയിക്കും. സല്ലല്ലാഹു അലൈഹി. തിന്മകളോടുള്ള ആഗ്രഹം, ആ ഫിത്ന ആശയക്കുഴപ്പങ്ങളുടെ ഫിത്നയിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ ഇത് രണ്ടും താരതമ്യം ചെയ്താൽ കൂടുതൽ ഗൗരവമുള്ളത് ശുഭഹത്തുകളുടെ, ആശയക്കുഴപ്പങ്ങളുടെ, ബിദ്അത്തിന്റെ, കുഫറിന്റെ, നിഫാഖിന്റെ ഒക്കെ ഫിത്നയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു പാപി, ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ മറ്റൊരു തിന്മയിലകപ്പെട്ടവനോ ഇത് തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുക. അവൻ ആ സമയത്ത് എപ്പോഴും തൗബയിലേക്ക് വരാൻ സാധ്യതയുള്ളവനാണ്. എന്നാൽ ശുബഹത്തിലകപ്പെട്ടവൻ അത് ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. ബിദ്അത്തിലകപ്പെട്ടവൻ, കുഫറിലകപ്പെട്ടവൻ, നിഫാഖിന്റെ ആളവൻ അത് ശരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവനത് ശരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ സാധ്യതയില്ല എന്നതുകൊണ്ട്. നിഫാഖ് രണ്ട് ഇനമുണ്ട്. ഒന്ന് വിശ്വാസത്തിലെ നിഫാഖാണ്. ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ബിൻ സുലൂലിനെ പോലെയുള്ള മുനാഫിഖുകൾ, ആ മുനാഫിഖുകളാണ്. എന്താണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ? ഉള്ളിലൊരു വിശ്വാസമില്ല, പുറത്തു വെറുതെ അള്ളാഹുവിനും റസൂലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രം. അതുകൊണ്ടാണ് അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. കുഫാറുകളാണ്. പക്ഷെ കുഫാറുകളെക്കാൾ, പുറമേക്കും കുഫർ വെളിപ്പെടുത്തിയിട്ടുള്ള കാഫറുകളെക്കാൾ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവകാരികളാണ് അവർ. രണ്ടാമത്തെ നിഫാഖ് അത് മുസ്ലിമീങ്ങളിൽ സംഭവിക്കുന്ന നിഫാഖാണ്. വിശ്വാസത്തിലുള്ള നിഫാഖല്ല, പ്രവർത്തനങ്ങളിൽ വന്നു ചേരുന്ന നിഫാഖ്. സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദാനങ്ങൾ ലംഘിക്കുക, ഇതെല്ലാം ആ നിഫാഖിന്റെ അടയാളമാണ്. അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ രൂപത്തിൽ നിഫാഖ് അവരിലുണ്ട്. അത് വലിയ നിഫാഖിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് അതിനെ നമ്മൾ സൂക്ഷിക്കുക. ഇവിടെ നോക്കൂ, സ്ത്രീകളുടെ ഫിത്നയിൽ ഞാൻ അകപ്പെട്ടു പോകും നിങ്ങളുടെ കൂടെ വന്നാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെ കുറിച്ച് അല്ലാഹു പറയുക, അലാ ഫിൽ ഫിത്നതി സഖതു, ഫിത്നയിൽ പതിച്ചിട്ടുണ്ടവൻ. കാരണം അതിനേക്കാൾ വലിയ ഫിത്നയായ നിഫാഖിൽ അകപ്പെട്ടിട്ടുണ്ടവൻ. എന്നിട്ടാണ് അവൻ ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തബൂക്കിൽ വരികയില്ല എന്ന് പറയുന്നത്. നോക്കൂ, ഈ രൂപത്തിൽ മുനാഫിഖുകൾ പിന്തി നിന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ധാരാളം ആളുകൾ തബൂക്കിലേക്ക് പുറപ്പെടുകയുണ്ടായി. 30,000 വരുന്ന ഒരു വൻ സൈന്യം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്ന് പുറപ്പെട്ടു എന്നാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവരുടെ പേര് രേഖപ്പെടുത്താനുള്ള രേഖയോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും അധികം പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പലരും വിചാരിച്ചു പോകാതിരുന്നാൽ ആർക്കും മനസ്സിലാവുകയില്ല, തിരിച്ചറിയുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാതിരുന്ന പലരെയും യുദ്ധത്തിന്റെ മധ്യയും മറ്റും ചോദിച്ചിരുന്നു. ഉദാഹരണത്തിന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹത്തിന്റെ കഥ അത് ഹൃദയസ്പർശിയായ കഥയാണ്, വളരെ നല്ല കഥയാണ്. ആ കഥയും അതിലെ ഗുണപാഠങ്ങളും മുമ്പ് 2 ഖുത്ബകളിലായി നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് കേൾക്കണം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി തബൂക്കിന് പോകാതിരുന്ന സംഭവം, അതിനുശേഷം അതിലുള്ള നമുക്കുള്ള പാഠങ്ങളും ശേഷമുണ്ടായ സംഭവങ്ങളുമെല്ലാം സാധിക്കുന്നവരത് കേൾക്കണമെന്ന് പറയുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ഉപകാരപ്രദമാക്കുമാറാകട്ടെ. നോക്കൂ, ഈ കഅബിനെ പോലെയുള്ള സഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. യുദ്ധമധ്യേ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് മുനാഫിഖുകൾ മദീനയിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത്, ഒരു പള്ളി ഉണ്ടാക്കുന്നത്. ആ മസ്ജിദാണ് മസ്ജിദ് ദറാർ, ഉപദ്രവത്തിന്റെ മസ്ജിദ് എന്ന് അറിയപ്പെടുന്നത്. എന്തിനായിരുന്നു അവരത് നിർമ്മിച്ചത്? മദീനയിൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വലിയ ഉപദ്രവകാരിയായ മുസ്ലിമീങ്ങൾക്ക് പല ദ്രോഹവും വരുത്തിവെച്ച ഒരു കൊടിയ കാഫിർ ഉണ്ടായിരുന്നു, അബു ആമിർ അൽ ഫാസിഖ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അബു ആമിർ അവൻ പല സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങളെ ദ്രോഹിച്ചു. ഒടുവിൽ അവൻ പോയി റോമക്കാരുടെ കൂടെ ചേർന്നു. എന്നിട്ട് അവൻ മദീനയിൽ ബാക്കിയുള്ള മുനാഫിഖുകൾക്ക് എഴുത്തുകളും മറ്റും എഴുതാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ റോമക്കാരെ ഒക്കെ സംഘടിപ്പിച്ചൊരു സൈന്യവുമായി മദീനയിലേക്ക് വരും, എന്നിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും നമുക്ക് അവിടെ നിന്ന് കൊലപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അതിന് നിങ്ങൾ അവിടെ ഒരു കേന്ദ്രം പണിയണം. അതിന് നമുക്ക് നമ്മുടെ ആളുകൾക്ക് സംഘടിക്കാനും മറ്റും ഒരു കേന്ദ്രം നിങ്ങൾ പണിയണം. അങ്ങനെ അവർ മസ്ജിദ് ദറാർ പണിയുകയാണ്. പുറമേക്ക് എന്താണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റും വന്ന് പറയുന്നത്? മസ്ജിദിലേക്ക്, ഖുബാ പള്ളിയിലേക്കും ഒന്നും പോകാൻ സാധിക്കാത്ത ദുർബലരായ ആളുകൾക്കും പാവങ്ങൾക്കും ഒക്കെ വേണ്ടി ഞങ്ങൾ പണിയുന്ന മസ്ജിദാണ്. അതുകൊണ്ട് നബിയെ താങ്കൾ ഒന്ന് വന്ന് അവിടെ ആദ്യം നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു. നബി വന്ന് നിസ്കരിക്കുക കൂടി ചെയ്താൽ മുസ്ലിമുകളുടെ അംഗീകാരം അതിന് ലഭിക്കുമെന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിന് പോകാനുള്ള തിരക്കായതുകൊണ്ട് മാത്രം അങ്ങോട്ട് പോയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം അവിടെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ്, മറഞ്ഞ കാര്യം, അദൃശ്യം അറിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ല. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. പറയുക, ആകാശഭൂമികളിൽ ആർക്കും ഗൈബ് അറിയുകയില്ല, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്കറിയുകയില്ല. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഗൈബ് അറിയും എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഇസ്ലാമിന് പുറത്തു പോകും. അള്ളാഹുവിന്റെ നബിമാർക്ക് വരെ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബ് മാത്രമേ അറിയുകയുള്ളൂ. മസ്ജിദുൽ ദിറാറിന്റെ കാര്യം അള്ളാഹു ഖുർആനിൽ സൂറത്തുകൾ, ആയത്തുകൾ അവതരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കണം. സൂറത്ത് തൗബയിൽ തന്നെ അതും നമുക്ക് കാണാം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل ولا يحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. ضرارന്റെ മസ്ജിദ്, ഉപദ്രവത്തിന്റെ മസ്ജിദ് ഉണ്ടാക്കിയവർ, കുഫറിന്റെ മസ്ജിദ്, തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനുകളെ ഭിന്നിപ്പിക്കാനുള്ള മസ്ജിദ്, വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹു വറസൂലഹു മിൻ ഖബൽ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മുമ്പ് പോരടിച്ചവർക്ക് അഭയം നൽകാൻ അവരെ കാത്തിരിക്കുന്ന മസ്ജിദ്. കാരണം അബൂ ആമിർ അൽ ഫാസിഖിനെ പോലെയുള്ളവർക്ക് വരാൻ വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദ്. വലാ യഹ്ലിഫുന്ന ഇൻ അറദ്ന ഇല്ല അൽ ഹുസ്ന, അവർ സത്യം ചെയ്തു പറയും ഞങ്ങൾ നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹു പറയുന്നു, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ പറയുന്നത് കളവാണ്. ലാ തഖും ഫീഹി അബദ, ഓ നബിയെ താങ്കൾ ഒരിക്കലും അവിടെ നിസ്കരിക്കരുത് എന്ന് അല്ലാഹു ആയത്തുകൾ അവതരിപ്പിച്ചു. ശേഷം തബൂക്കിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദ് പൊളിച്ചു കളയാനും അത് കരിച്ചു കളയാനും ഉത്തരവിടുന്നതും സഹാബത്ത് അത് നടപ്പിലാക്കുന്നതും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തബൂക്കിലേക്ക് പുറപ്പെട്ടു. 30,000 വരുന്ന വലിയ സൈന്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. മദീനയിൽ നബി ചില സഹാബിമാരെ നിർത്തിയിരുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കുടുംബത്തെയും മറ്റും നോക്കാൻ വേണ്ടി അലിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തി. അലിക്ക് അത് വലിയ പ്രയാസമായി. കാരണം അലി ഇബ്നു അബി ത്വാലിബ് യുദ്ധത്തിലെ ധീരതയിൽ അതിൽ അറിയപ്പെട്ട സഹാബിയാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ കൂടെ എന്നെ ആക്കിയിട്ടാണോ അങ്ങ് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് പറഞ്ഞു, അമാ തർദ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ ഗൈറ അന്നഹു ലാ നബിയ ബഅദി. അമാ തർദ, അലി, നിനക്ക് തൃപ്തിയില്ലേ? അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ, മൂസ അലൈഹിസ്സലാമിന് ഹാറൂൻ എങ്ങനെയായിരുന്നു അതുപോലെ ആ സ്ഥാനത്ത് നിന്നെ ഞാൻ ആക്കി പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? പക്ഷെ ഗൈറ അന്നഹു ലാ നബിയ ബഅദി, പക്ഷെ എനിക്ക് ശേഷം നബിയില്ല കേട്ടോ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യം മുഴുവനും വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുന്ന വാക്ക് വരുമ്പോൾ ആ വാതിൽ അടച്ചു കളയുന്നത്. അലി ഇബ്നു അബി ത്വാലിബിനോട് പറയുകയാണ്, ഹാറൂൻ മൂസ എങ്ങനെയായിരുന്നു അതുപോലെ, മൂസ അലൈഹിസ്സലാമിന് ഹാറൂൻ എങ്ങനെയാണ് അതുപോലെ എന്റെ കാര്യത്തിൽ ആ സ്ഥാനം നീ തൃപ്തിപ്പെടുന്നില്ലേ? എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധിക്ക് വേണ്ടി മൂസാ നബി പോകുമ്പോൾ ആരാണ് ഏൽപ്പിച്ചിട്ട് പോയത്? ഖൗമിനെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഹാറൂൻ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുപോലെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോവുകയാണ്. പക്ഷേ മൂസായും ഹാറൂൻ രണ്ടുപേരും നബിമാരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഗൈറ അന്നഹു ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല കേട്ടോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അന്തിമ ദൂതനാണ്. അല്ലാഹുവിന്റെ അന്തിമ ദൂതനാണ്. ഇനി ഒരു നബി ഉണ്ടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരും. കാരണം എല്ലാ നബിമാരും അവർക്ക് ശേഷമുള്ള അങ്ങനെ ഒരു നബി വരുമെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവരാണ്. ഈസ അലൈഹിസ്സലാം ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ഉമ്മത്തിലേക്കുമുള്ള റസൂലാണ്. ഞങ്ങൾ അവസാനത്തെ ഉമ്മത്താണ്, ഞാൻ അവസാനത്തെ നബിയാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് ശേഷം 30ഓളം കള്ളപ്രവാചകന്മാർ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വന്ന കള്ളപ്രവാചകന്മാർ മുഴുവൻ, നുബുവത്ത് അവകാശപ്പെടുന്നവർ മുഴുവൻ ദജ്ജാലുകളാണ്. അവർ മുഴുവൻ കാഫറുകളാണ്. അവരെ വിശ്വസിക്കുന്നവരും കാഫറുകളാണ്, മുർത്തദ്ദികളാണ്. ഒരുവൻ നബിയാണെന്ന് പറഞ്ഞു വന്നാൽ ആ നബിയെ ഇനി ഒരുവൻ പിൻപറ്റിയാൽ അവൻ അതോടെ ഇസ്ലാം എന്ന് പുറത്താണ്. അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാലും കാഫറാണ്, അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ ഖാദിയാനി, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നു പേരുള്ള ഒരാളെ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ. എന്താണ് അവരുടെ വിധി? ഇസ്ലാം എന്ന് പുറത്താണ്, മുസ്ലിമീങ്ങളല്ല. മുസ്ലിമീങ്ങളോടുള്ള ബാധ്യതകളോ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളോ ഒന്നും തന്നെ ആ ഖൗമിന് ഇല്ല. അത് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അത് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അലി ഇബ്നു അബി ത്വാലിബിനെ അവിടെ ആക്കിക്കൊണ്ട് തബൂക്കിന് പുറപ്പെടുകയുണ്ടായി. തബൂക്കിന്റെ യാത്രക്കിടയിൽ നടന്ന സംഭവങ്ങളും എന്താണ് തബൂക്കിൽ ഒടുവിൽ നടന്നത്, ശേഷം എന്താണ് ഉണ്ടായത്, ഈ വക കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദർസിന്റെ തുടർച്ചയിൽ വിശദീകരിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.